വെൽക്കം ടു മൈ ഫിറ്റ്നസ് ഡ്രീം ബെറ്റർ ലൈഫ് ചാനൽ. ഇവിടെ നമ്മൾ ഗാർഡൻ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമുക്ക് കുറെ മണ്ണ് അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് പപ്പയെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഇവിടെ ടൂളുണ്ട്. അപ്പൊ നമ്മുടെ ഇതും കൊണ്ട് മണ്ണൊക്കെ മാറ്റാൻ പോവാണ്. അപ്പൊ മണ്ണ് മാറ്റിയാലോ? ഒരു സെറ്റ് മണ്ണെടുത്തു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിടാം. എന്നിട്ട് നമുക്ക് ആ സൈഡ് ക്ലീൻ ആക്കണം. അപ്പൊ ഹെൽപ്പ് ചെയ്യുക. ഉണ്ടാക്കാണെന്ന് പറയാമോ? എന്നിട്ട് ഞങ്ങളൊരു ഗാർഡൻ ഉണ്ടാക്കി ഗായ്സ്. ഞാൻ പപ്പയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാം ഉണ്ടാക്കി. ഇവിടെ കുറച്ച് ആപ്പിൾ ട്രീസും പെയർ ട്രീസും ഉണ്ട്. ഇവിടെ പൗണ്ട് വെക്കണം. പിന്നെ ഇതൊക്കെ ഗായ്സ് ഒരു പുതിയൊരു ലാമ്പ് ഉണ്ട്. പിന്നെ ഇവിടൊക്കെ ലാംപ്സ് ഉണ്ട്. ഞങ്ങൾ ബീസ പൊട്ടച്ചയും നടാൻ പോവാണ്. കൊറേ സാധനങ്ങൾ നടാനുണ്ട്. ടൊമാറ്റോ നട്ട് വെക്കാൻ പോവാണ്. പൊട്ടറ്റോ നട്ട് വെക്കാൻ പോവാണ്. പക്ഷെ ഇതുണ്ടോ, നമ്മൾ പൊട്ടറ്റോ നട്ട് വെച്ചിട്ട് കൂടുതൽ പൊട്ടറ്റോ ഉണ്ടാവാനാണ്. അല്ല കുറച്ച് നടാവോ? ഉണ്ടാവോ? ഓടി വേണോ? നിന്റേത്
രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് വെക്കണം, ഇടല്ല വെക്കണം. ആ മിട്ടക്ക ഇടാ അതിന് വിട്, അവിടെ ഇരുന്ന് വിടന്നോളൂ, വളർന്നോളൂ. പൊക്കോ. ക്ലാസ് ഡിസ്മിസ്. ജയ് ഹിന്ദ്. മാറാ ഗൈസിനെ കാണത്തില്ല, അവിടെ പോയി നിന്നാലേ കാണത്തുള്ളൂ. ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് പൊക്കോ പൊക്കോ. എന്താന്ന് പറഞ്ഞിട്ടാണല്ലോ. ഇത് ചില്ലി ഇവിടെ മണ്ണെല്ലാം കൂടെ കോട്ടിനകത്തോട്ടിടുമല്ലോ. കോട്ടിലോട്ട് പപ്പ നട്ടില്ല. അപ്പ ഇത് പിള്ളേരെ അഞ്ചത്ത് വെച്ച് ചേർക്കാലോ. കാണാൻ അത് ശരി. പയ്യെ 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 നശിപ്പിക്കരുത്. മണ്ണിട്ട് നേരെ വെച്ചാൽ മതി. പക്ഷെ മണ്ണിട്ട് അതിനകത്ത് ചൊല്ലിട്ട് കൊടുത്താൽ മതി. എൻ്റെ നമുക്ക് പയ്യെ പക്ഷെ ഒന്നും പറ്റിയല്ല. പയ്യെ പയ്യെ കൊള്ളിക്കും. എന്നിട്ട് കൈ ഈ ചോട്ടിലിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുന്നു. മുന്നിൻ്റെ ചെടികളെ കുറിച്ചൊന്ന് പറയാമോ? ഇത് എന്നൊക്കെ ചെടികളുണ്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കാവോ? എന്നൊക്കെയാന്ന് പറ. പറഞ്ഞു. ഹലോ ഗൈസ്, ഞങ്ങൾ നട്ട ചെടിയുടെ പേര് പറയുന്നത് ഇതില്ല, ഇത് ക്യാപ്സിക്കം ആണ്. വലിയ ക്യാപ്സിക്കം വലിയ മുളക് ഉണ്ടാകും. ഓക്കെ. ശശി ശശി ഇത് ചെറിയ മുളക് തന്നെയാണ്. എരിവുള്ള ക്യാപ്സിക്കം, ഇത് ചെറിയൊരു മുളകാണ്. ക്യാപ്സിക്കം അത് ക്യാപ്സിക്കം, ഒരു മുളക്, മുളക്,
മുളക് എന്തായാലും അറിയില്ല മുളകാണോ ക്യാപ്സിക്കം. ഓക്കെ പിന്നെ ഈ സൈഡിലൊക്കെ ഇല്ലേ പയറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുമ്പോ പൊയ്യ നെല്ലാകുന്നുണ്ടല്ലേ ഇവിടെ സൈഡില് മാത്രം നട്ടേക്കണേ. ആ സൈഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ അറിയത്തില്ല. അത് ഈ സംഭവം അത് മല്ലി മല്ലിയല മല്ലിയുണ്ട്. കറിയൊക്കെ ഇടാൻ ഇത് പൊങ്ങീനാണേ. നമ്മള് അതിന് ഉപയോഗിക്കും. നമ്മൾ തോരൻ വെക്കും അല്ലേ? എഗ് ഒക്കെ ഇട്ടിട്ട് തോരൻ വെക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ്. ഇത് ഇങ്ങനെ വെക്കുവാണെങ്കിലും ഓനിയൻ ഉണ്ട് അതിനടിയിൽ. പിന്നെ ഇതെന്നറിയോ, ഇത് ചെറിയ ബീറ്റ്റൂട്ടാണ്. ഈ ഇതൊക്കെ ചെറിയ മേക്കപ്പ് ഇടാനുള്ള കഴിക്കാനുള്ള. അപ്പം നമ്മുടെ ബീൻസ് അതൊക്കെ എടുക്കപ്പെട്ടുണ്ട്. ഈ സ്ഥലത്ത് അത്ര സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇഞ്ചിയുണ്ട്. ഇതെന്നറിയോ, ഇത് വഴുതനങ്ങ. നമ്മുടെ ഈ ചുമല കളറ് വഴുതനങ്ങ എന്നാണോ പറയുന്നത്? ബ്രിഞ്ചാള്. അവിടെ ഇതൊരു ബ്രിഞ്ചാളാണ്. ഈ ബ്രിഞ്ചാളുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ പിന്നെ അപ്പറല്ല ഇവിടെ നണ്ണം എന്നിട്ടേ കാണിക്കാം. ഇത് ചെടികളാണ്. ഇതിപ്പം ഇത് പല തരത്തിലുള്ള റോസ് ഉണ്ട്. ഇതെന്നറിയോ, അത് ലെമണാണ്. ഇത് റോസ്മേരി. ഇത് അത് ഡാലിയ. ഡാലിയുണ്ട്. പിന്നെ ഇതെന്നറിയോ, ഇത് നമ്മുടെ ചേമ്പ്, നാടൻ ചേമ്പ്. പിന്നെ ഇതിനുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് ഇവിടെ റോസ് ഉണ്ട്. ഇത് പുതിന. ഇതാണ് രാവിലെ ചട്നി ആയിട്ട് കഴിച്ചില്ലേ? ചമ്മന്തി. ഗ്രീൻ ചമ്മന്തി. അത് നല്ല രസമുണ്ടായിരുന്നു. വേറെ കറി. അവിടെ നമ്മുടെ ഇതുണ്ട്, ചേമ്പുണ്ട്. അവിടെ ഒരു ചേമ്പുണ്ട്. പിന്നെ ഇതുണ്ടോ? അല്ല നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോയാൽ മതി. അറിയത്തില്ല. ഇതാണ് ക്യാമിലിയ. പേരുണ്ട്. പേര് നോക്കട്ടെ. പേരുണ്ട്. ക്യാമിലിയുണ്ട്. ഫാമിലിയാണ്. ഇവിടെ പേരെഴുതിയിട്ടുണ്ട്. ഉണ്ടായി വരുമ്പോ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആയിട്ട് വരും. പിന്നെ പൂ ഉണ്ടായല്ലോ. പിങ്കാണ്. നമുക്ക് അടുത്തുള്ള ഇവിടെ ഈ സ്ഥലത്ത് അതെന്നാ അറിയോ, അത് ഒരിക്കലും അത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ തന്നെ. അല്ലല്ല, അത് ഇതാണ് നമ്മുടെ വെളുത്തുള്ളി. ഇവിടെ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ അവിടെ ഒരു ഇതുണ്ട്, മുളക്. പിന്നെ എന്നാ ഉള്ളത്? ഇതിനറിയോ? ഇതല്ല, ബീറ്റ്റൂട്ടാ. ഇവിടെ ഇത് രണ്ടും ബീറ്റ്റൂട്ട് ആണ്. അതെന്നാറിയോ പൊന്നു തൊട്ടത്? അത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോയുടെ 5 വെറൈറ്റികളാണ് ഈ നമ്മള് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഡിഫറെന്റ് ടൊമാറ്റോയുടെ ഒരു സൈസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു ടൊമാറ്റോ ഉണ്ട്. പിന്നെ അവിടെ ഒരു ടൊമാറ്റോ ഉണ്ട്. ഇതും ടൊമാറ്റോ, ഈ നിൽക്കുന്നതും ടൊമാറ്റോയാ. അപ്പൊ ഇതും ടൊമാറ്റോ ആണ്. പക്ഷെ ഇല്ല, ഈ ഫുള്ള് സാധനം എന്താ പറയാ, പൊട്ടറ്റോ ആണ്. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെ ബീൻസ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ കണ്ടോ, ആ സൈഡിൽ കൂടെ ബീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കാട് പോലെയാ. ഈ സ്ഥലം ഫുള്ളുണ്ടോ ടൊമാറ്റോ ഉണ്ട്. പിന്നെ നിങ്ങളുടെ സ്ട്രോബെറി. പിന്നെ നമുക്ക് സ്ട്രോബെറിയിൽ അങ്ങോട്ട് ഇപ്പൊ പോണ്ട. പക്ഷെ ഇതൊക്കെ ഇവിടെ സാധനങ്ങളുണ്ട്. ഇത് പൂക്കൾ വെച്ചേക്കുന്നതാണ്. ഇത് ചെറിയ ചെറിയ പൂക്കളുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പൂക്കള്. ഇവിടെയാണ് ഇഞ്ചി. അല്ലല്ല, ഇവിടെ നമ്മള് ചീര, ചുമലച്ചീരാണ് വെച്ചേക്കുന്നത്. ചുമലച്ചീര നടക്കാൻ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോയുടെ ഇല്ലേ, മറ്റേ നമ്മുടെ എന്താണ് പറയുന്നത്, ഗ്രീൻ ആയിട്ട് വന്നിട്ടല്ലേ ഇനി റെഡ് ആവണ്ടേ. പിന്നെ ഇവിടെ ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട്. എല്ലാം കായ്ച്ചു. ഫ്ലവർ എല്ലാം വന്നു. ഇനി ഒന്നും വരാൻ ഇല്ല. ഇവിടെ കുറച്ചൊക്കെ ഉണ്ടോ, എല്ലാം വരും, കായ്ച്ചു. അവിടെ ഉണ്ട്. പക്ഷെ ബാക്കിയൊക്കെ ഇല്ലേ ഫുള്ളും കായ്ച്ചു. ഇനി 10 കൂടെയാ വരാത്തായിരിക്കുന്നു. ഇതെല്ലാം കായ്ച്ചു കഴിയുമ്പോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം അല്ലേ? പിന്നെ ഇല്ലേ
ഇന്നലെ എനിക്ക് എന്തോ പറ്റിയേ. എന്നാ പറ്റിയേ? ഞാൻ അകത്ത് പോയപ്പോൾ എന്തോ എന്നെ ഇടിച്ച് ഇവിടെ ഈ സ്ഥലത്ത് ഇടിച്ചു എന്നെ. അത് നോക്കാതെ നടന്നിട്ടല്ലേ? അങ്ങോട്ട് പിന്നെ അവരെന്തോ ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു ചെടിയും കൂടെ ഉണ്ട്. ആ ചെടിക്ക് കാണിച്ചില്ലല്ലോ. ഇല്ല അങ്ങനെ കാണിക്കേ. ഇമാരി കാർട്ടൂണിന്റെ അടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ? പേരാണ് ഇത്. ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇല്ലേ ഇതിന് കായ്ച്ചു വരുന്നുണ്ട്. എന്റെ ഫ്ലവറിന്റെ ഇവിടെയൊക്കെ കാണാം. അവിടെ നോക്ക്. ഈ സാധനം നോക്ക്. അതിന്റെ സീഡുകൾ അത് വളരെ ഇതാണ് നമ്മുടെ ആപ്പിൾ കുട്ടൻ. ആപ്പിളാണ് ഫ്ലവേഴ്സ് വന്ന് ഇനി കായ്ക്കുന്ന സമയം. ഇനി പയ്യെ കാ പിടിച്ചു വരും. ഇങ്ങനത്തെ ഫ്ലവർ വേണം. അവര് ഇങ്ങനത്തെ ഫ്ലവർ വേണം. എന്നിട്ടേ ആപ്പിൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതുണ്ടോ? ഈ ബാക്കിലുണ്ടോ? അത് വിൽക്കുന്നതിന്റെ ഒക്കെയാണ്. ഓരോ സൈസ് എത്ര ആവും എന്നൊക്കെ കാണിച്ചത്. അപ്പൊ ഇത്ര ആപ്പിളില്ലേ? ഇത്ര അപ്പഴും തൊട്ട് ഇങ്ങനെ നീ അങ്ങോട്ട് നോക്കിയടി. ഇവന്മാരൊക്കെ എന്നാ ചെയ്യുന്നത്? രണ്ടെണ്ണം അതിന്റെ അടിയിലുണ്ട്. എന്നിട്ട് അതിന്റെ മണ്ടയിൽ കൊടുത്ത് ചേർന്ന് എന്തൊരലമ്പന്മാരാണ് ഇവിടെ. പിന്നെ ഇതുണ്ടോ? ഇവിടെയാണ് ഞങ്ങൾ ഫുള്ള് ഉണ്ടാക്കിയതാ. ബാക്കിയത്തില്ലേ ബാക്കിയത്തെ നിങ്ങളുടെ ഗാർഡൻ, നിങ്ങളുടെ കളിക്കുന്ന ഗാർഡൻ. ഇത് ഫുള്ളും കളിക്കുന്ന ഗാർഡനാ. ഇതുണ്ടോ? ഇതുണ്ടോ? ഈ പൂ കണ്ടോ? ഈ നല്ല രസമല്ലേ? നല്ല പൂവാണ്. ഇത് പിന്നെ ഇത് ആക്ച്വലി നമ്മുടെ നെയ്ബേഴ്സിന്റെ. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന നല്ല രസമല്ലേ? നമുക്ക് അതിന്റെ ഇത് വരുന്നത് നമ്മുടെ നെയ്ബേഴ്സിന്റെ ആണ്. പക്ഷെ നല്ല രസമാണ് കാണാൻ. എന്തൊക്കെ പർപ്പിൾ ഉണ്ട്, യെല്ലോ ഉണ്ട്. എന്തൊരു രസമാണ്. ഇതുണ്ടോ? എന്റെ അലമ്പുമാരുണ്ടോ? ഇത് അലമ്പുമാരുണ്ടോ? അവരാണെങ്കിൽ ആ ബോക്സ് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പില്ലേ ഷെഡിന്റെ അകത്ത് ബോക്സ് ഇട്ടിട്ടില്ലേ? ഇപ്പോഴാണെങ്കിൽ അതും വെച്ച് കളിച്ചോണ്ടിരിക്കും അവര്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്താ കാണിക്കാൻ പോകുന്ന അറിയത്തില്ല. എനിക്കറിയത്തില്ല. പക്ഷെ ചിലപ്പോഴില്ലേ അടുത്ത വീഡിയോ ചിലപ്പോ ഞാൻ എന്താ കാണിക്കും എനിക്കറിയത്തില്ല. ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണ്. പക്ഷെ ചിലപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് ആ ഫ്ലവേഴ്സ് ഇങ്ങനെ ഗ്രോ ചെയ്തിട്ട് അവർ ഇങ്ങനെ കുറച്ച് കാലം കഴിയുന്നിട്ട് അവർ ഉണ്ടായി വരുന്നത് എങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാം.